നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ജീവിതത്തോടുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള കുട്ടികളെ അഥവാ വിദ്യാർത്ഥികളെ കൊണ്ടുവരാമെന്നുള്ളതാണ്. നിങ്ങളൊരു പേരൻറ്റോ അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറോ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത്. ഗിവൺ ദാറ്റ് നിങ്ങൾ വലിയ പ്രതീക്ഷകളോടെ അല്ല നിങ്ങളുടെ കുട്ടികളെ വളർത്തേക്കുക. അയാൾ എൻജിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ആക്ടറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കണം. നിങ്ങളുടെ മക്കൾ ഇന്നതാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബലീകരിക്കാനാവാത്ത പോയ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ പ്രാവർത്തികമാക്കണം എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ഹിയർ. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. ഈ വീഡിയോ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടികൾക്ക് പോകാനുള്ള ഫ്രീഡം കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ലവ് ദ ചൈൽഡ് ഫോർ വാട്ട് ഹി ഓർ ഷീ ഈസ്, നോട്ട് ഫോർ വാട്ട് ഹി ഓർ ഷീ ഡു. നിങ്ങളുടെ കുട്ടി ഒരു പക്ഷേ കണക്കിൽ നല്ല മാർക്ക് മേടിച്ചേക്കാം, അല്ലെങ്കിൽ സ്പോർട്സിൽ നല്ല പെർഫോം ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ആ അച്ചീവ്മെൻറ്റ്സിനാണ് കുട്ടിയെ സ്നേഹിക്കുന്നത്. ആ കുട്ടിക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത് നിങ്ങൾ ആ ഒരു അച്ചീവ്മെൻറ്റിനാണ് കുട്ടിയോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കരുതെന്നല്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ആ കുട്ടി എന്താണെങ്കിലും, ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയാലും മോശം മാർക്ക് കിട്ടിയാലും, കുട്ടി എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ലവ് ദ പേഴ്സൺ, ലവ് ദാറ്റ് ചൈൽഡ്. ആ ചൈൽഡിനെയാണ് സ്നേഹിക്കേണ്ടത്, ആ കുട്ടിയെയാണ് സ്നേഹിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റ്സിനെയോ ആ കുട്ടിയുടെ ചെയ്ത കാര്യങ്ങളെയോ ഒന്നുമല്ല. പലരും ഇതിൽ എതിർത്തേക്കാം. അതുപോലെ ഞാൻ ഒരിക്കലും പറയില്ല ഇന്നത് വാങ്ങിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്കൂട്ടർ വാങ്ങിച്ചു തരാം. അങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷകളും ഗിഫ്റ്റുകളും ഒന്നും ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നില്ല സൈക്കിൾ കൊടുക്കരുത്, സ്കൂട്ടർ വാങ്ങി കൊടുക്കരുത്, അതായത് ഒരു പ്രായപരിധിക്ക് ശേഷം സ്കൂട്ടർ വാങ്ങി കൊടുക്കരുത്, അല്ലെങ്കിൽ കൊച്ചു കുട്ടിയാണെങ്കിൽ കളിപ്പാട്ടം വാങ്ങി കൊടുക്കരുത്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് ആണ് ഇത് എന്നൊരു തോന്നൽ ഒരിക്കലും കുട്ടിക്ക് വരരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യാനും പാടില്ല. ഇത് ചെയ്തതിന് ഇന്ന സമ്മാനം, ഇത് ചെയ്തതിന് ഇന്ന സമ്മാനം, എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജിയാണ്. ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നാണ് സൈക്കോളജി തന്നെ വിളിക്കുന്നത്. സോ വൈ ഷുഡ് വി ഡു അവർ ചൈൽഡ് ലൈക്ക് ദാറ്റ്? അപ്പോൾ ആ കുട്ടി വീണ്ടും ആ സമ്മാനത്തെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയിൽ ഇന്ന കാര്യം ചെയ്യുമ്പോൾ അഭിമാനമുണ്ട് എന്ന് ഓർത്തത് ചെയ്യാൻ വേണ്ടി അവർ കൂടുതൽ പോകും. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിയുടെ ആത്മവിശ്വാസം തകരുമാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ പാഷനുകൾ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും. നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടി ജീവിക്കാൻ തുടങ്ങും. അത് ഒരുപക്ഷെ തുടക്കകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല സ്കോറുള്ള കുട്ടി, നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരു പോയിന്റിന് ശേഷം അക്കാഡമിക്സോ സ്പോർട്സോ അല്ല, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഹൗ ബാഡ് എ പേരൻറ്റ് യു വെയർ അല്ലെങ്കിൽ ഹൗ ബാഡ് എ ടീച്ചർ യു വെയർ നിങ്ങൾ ആലോചിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ് ദ ചൈൽഡ്, അതാണ് നമ്മൾ പറയുന്നത്. ടീച്ചർ ആയിക്കോട്ടെ, പേരൻ്റ് ആയിക്കോട്ടെ, ആ കുട്ടിയെയാണ് സ്നേഹിക്കേണ്ടത്, കുട്ടിയെ മാത്രമാണ് സ്നേഹിക്കേണ്ടത്. നമ്പർ 2, ട്രീറ്റ് എ ചൈൽഡ് വിത്ത് റെസ്പെക്റ്റ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പൊസഷൻസ് അല്ല. ആ കുട്ടിക്കൊരു പേഴ്സണാലിറ്റി ഭാവിയിൽ ഉണ്ടാവണം, റെസ്പെക്റ്റ് ആ കുട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ആ കുട്ടിക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ മോള് പഠിച്ച പാട്ടൊന്ന് പാടിക്കേ, അല്ലെങ്കിൽ മോൾ ആ ഡാൻസ് ഒന്ന് ചെയ്തേ എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ ആ കുട്ടിയെ വെറും ഒരു ആടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ അത് വളരെ 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 ആ കുട്ടിയുടെ മൈൻഡിനെ ദോഷം ചെയ്യും. ആ കുട്ടിക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, കുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. ട്രീറ്റ് എ ചൈൽഡ് ലൈക്ക് ആൻ അഡൾട്ട്, ബട്ട് ഗിവൺ ദാറ്റ് അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സേഫ് ആയിരിക്കാം. ഇപ്പം അവർ അഡൾട്ടാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല. അവരെ ഒരു ഗൈഡൻസ് ഇല്ലാതെ നീന്തൽ കുളത്തിലേക്ക് ഒന്നും പറഞ്ഞു വിട്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിക്ക് പേഴ്സണലി നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒപ്പീനിയൻ ചോദിക്കാം, ആ കുട്ടിയോടത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈവൻ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്.
നമുക്ക് ഒരിക്കലും കുട്ടിയുടെ മേളിൽ നിന്ന് താഴോട്ട് നോക്കി കുട്ടിയോട് സംസാരിക്കാതിരിക്കാം. കുട്ടിയോടൊപ്പം ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ കുട്ടി നമ്മുടെ പൊസിഷനിലേക്ക് എത്തുന്നതിന് ശേഷം മാത്രം സംസാരിക്കുക. കുട്ടിക്ക് നമ്മളോടുള്ള ഒരു ഇൻറ്റിമസി, അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ കേൾക്കുന്നുണ്ടെന്നൊരു തോന്നൽ കുട്ടിക്ക് വരണം. കുട്ടിക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. ട്രീറ്റ് എ ചൈൽഡ് ലൈക്ക് ഹി ഓർ ഷീ ഈസ് എ അഡൽട്ട് പേഴ്സൺ. നമ്പർ 3, ഓവറായി ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ പലരും എന്നിൽ ഞാനുമായിട്ട് ഡിഫർ ചെയ്യും ഈ ഒരു കാര്യത്തിൽ. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ അനാവശ്യമായി ഒരു പോയിന്റ് അപ്പുറത്തേക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസിക നില വഷളാവാത്തതേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഒരു കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ആവശ്യമാണ്, കൊടുക്കണം. ആ കുട്ടിക്ക് മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. ഒരു ഫയർ, തീയെ പേടിപ്പിക്കല്ല കുട്ടിക്ക് വേണ്ടുന്നത്. തീ പേടിയാണ്, അല്ലെങ്കിൽ തീ തൊടാൻ പാടില്ലാത്ത നമുക്ക് പേടിക്കേണ്ട സാധനം അല്ല. തീ എന്ന് പറഞ്ഞാൽ ചൂടാണ്, ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ നോളജാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും കുട്ടിയെ ഓവർ ട്രെയിൻ ചെയ്യാൻ പാടില്ല. കുട്ടി ഒരിക്കലും ഒരു സൂയിലുള്ള ഒരു മൃഗമല്ല. കുട്ടിക്ക് അവരുടേതായ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ AS നീ എന്ന് പറയുന്ന ഒരു വ്യക്തി സമ്മർ ഹിൽ എന്നൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ, ഒരു 100 വർഷം അത്രയൊക്കെ പഴക്കമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ അയാൾ കണ്ടെത്തിയ കുറേ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും എല്ലാം അയാൾ കണ്ടെത്തിയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ കുട്ടി കൾച്ചർ ഇല്ലാത്തതും ബീസ്റ്റ് ആണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ശരിക്കും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് നല്ല നിലപാടുകൾ ഉണ്ടാക്കാനും നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഓവറായി ട്രെയിൻ ചെയ്താൽ ആ കഴിവിൽ നിന്ന് ആ കുട്ടിയെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് എപ്പോഴും ഒരു ട്രെയിനർ ആവശ്യമായിട്ട് വരും. ഒരു പോയിന്റിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും ട്രെയിനർ ഇല്ലാത്തൊരവസ്ഥ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയോടോ, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപികയാണെങ്കിൽ നിങ്ങളോടോ, ആ കുട്ടിക്ക് നിങ്ങൾ ചിരഞ്ജീവികളല്ല, നിങ്ങളൊരു പോയിന്റിൽ മരിച്ചു പോകും. ആ കുട്ടിക്ക് സ്വന്തം കാലം നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ജീവിക്കൂ എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്താൽ ആ കുട്ടി കൊണ്ടെത്തിക്കേണ്ടി വരും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി ഓടി വന്ന് മറിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ആ കുട്ടി മറിഞ്ഞു വീഴുമ്പോഴേക്ക് നമ്മൾ കിടന്ന് കരയുകയോ ബഹളം വയ്ക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. ആ കുട്ടിയോട് പറയുക, വന്നിരിക്കാൻ പറയുക, അതിനുശേഷം മരുന്ന് വെച്ച് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ആ കുട്ടിയെ ട്രെയിൻ ചെയ്ത് പിന്നെ ഓടരുത്, പിന്നീട് ആ സ്പീഡിൽ ഓടിക്കൂടാ, നടക്കരുത് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു വളരെ വളരെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ 3 പോയിന്റ് പറയാനും വന്നത്. എന്നാൽ എനിക്ക് 4ാമതൊരു പോയിന്റും കൂടെ പറയാൻ വേണ്ടിയുണ്ട്. ഡോണ്ട് ഇൻജെക്ട് യുവർ പാഷൻസ് ഓൺ ഹിം ഓർ ഹെർ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഒരു കുട്ടി പൂർത്തീകരിക്കേണ്ട ആളെന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കരുത്. ഈവൻ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും, മാരേജ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെയധികം കോഷ്യസ് ആയിരിക്കണം. കാരണം ഒരു പോയിന്റിൽ നിങ്ങളുടെ കുട്ടിയുടെ ഇൻ്റലിജൻസോ മെമ്മറി പവറോ എല്ലാത്തിനും അപ്പുറം കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലോകത്തോട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് എന്നുള്ള കാര്യങ്ങളിൽ ആയിരിക്കും ആ കുട്ടി ഏറ്റവും കൂടുതൽ സമൂഹം വിലയിരുത്താൻ പോകുന്നത്. ഒരു പോയിന്റ് വരെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഒരു 18 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ 30 വയസ്സ് വരെയും ഒരു കുട്ടി എന്ന പരിഗണന കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു യുവാവ് എന്ന പരിഗണന കിട്ടിയെങ്കിൽ അതിനുശേഷം അത് മാറും. സമൂഹം അങ്ങനെയല്ല കാണാം. ആ സമയത്ത് നിങ്ങൾ വയസ്സാവും, നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്വന്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് എപ്പോഴും ഒരു പേരൻ്റ് ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കേണ്ടത്. ഈ സമ്മർ ഹിൽ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്നൊരു ബുക്കാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ്, എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വായിക്കുക, കാണുക. ഇനിയിപ്പോൾ അത് ഇംഗ്ലീഷിലാണുള്ളത്, അത് നിങ്ങൾ മലയാളത്തിൽ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ റെഡിയാണ്. അതിൻ്റെ ഒരു ഓഡിയോ ബുക്ക് പോലെ, ഓഡിയോ ബുക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓഡിയോ ആയിട്ട് വായിച്ചു തരുന്നതിനേക്കാൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൃത്യമായിട്ടുള്ള രീതിക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ അത് ഓക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോജി താഴെ കമൻറ്റ് ചെയ്യും. അതൊരു വലിയ ബുക്കാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ കാഴ്ചപ്പാട് മുഴുവനും മാറ്റിമറിക്കുന്ന പുസ്തകമാണ്. എനിക്കത് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നതിൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾ ഒരു സ്മൈലി കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഓരോ സീരീസ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അതിന് ഇട്ട് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ, ഞാൻ ഫ്യൂച്ചറായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിരിക്കാം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ ചൈൽഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, നീൽ തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. I would like to see a happy sweeper rather than a neurotic academician. അതായത് സന്തോഷത്തോടു കൂടി തൂക്കുന്ന ജോലിയാണെങ്കിൽ തൂക്കുന്ന ജോലി സന്തോഷത്തോടു പീസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളെയാണ് വളരെയധികം പ്രഷർ അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ച് ഒരു അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന സോക്കോൾ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളേക്കാൾ എനിക്ക് താല്പര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ I think this is one of the most important and most beautiful videos I have made in my life. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.